ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? ഞാനൊരു ചെറിയൊരു മാർക്കറ്റ് കാണിക്കാവേ. ഞാനിപ്പം നിൽക്കുന്നത് ജമ്മുവിലാണ്. ചേട്ടൻ ആർമി ആയതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പം നിൽക്കുന്നത് വെച്ചാൽ ഇന്ദിരാ ചൗക്ക് ജമ്മു. ഈ മാർക്കറ്റിനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ നാട്ടിലെ കോഴിക്കോടല്ലേ, കോഴിക്കോട് മിഠായി തെരുവ് അതുപോലൊരു സ്ട്രീറ്റാണ്. പക്ഷെ മിഠായി തെരുവും ഇതും തമ്മിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിഠായി തെരുവിൽ ഞാൻ കണ്ടു വെച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള സാധനം കിട്ടും, ചീപ്പ് റേറ്റിൽ കിട്ടും. പക്ഷെ സെക്കൻഡ് ഹാൻഡ് നമ്മളൊരാൾ യൂസ് ചെയ്തൊരു സാധനം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ എനിക്കിതുവരെ ഞാനത് കണ്ടിട്ടില്ല, എനിക്കറിയില്ല. കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കും, അറിയില്ല. പക്ഷെ ഇവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 99% നമ്മൾ സെക്കൻഡ് ഹാൻഡ് യൂസേജ് ക്വാളിറ്റി മീൻസ് നമ്മളൊരാൾ ഉപയോഗിച്ച സാധനമില്ലേ, ഡ്രസ്സ്, മെയിൻ ഡ്രസ്സ് ഐറ്റംസാണ് ഞാൻ പറയുന്നത്. ബാക്കിയൊക്കെ പുതിയതൊക്കെ കിട്ടും. പക്ഷേ ഡ്രസ്സ് അത് മൊത്തം സെക്കൻഡ് ഹാൻഡ് ക്വാളിറ്റിയാണ്. ഒരാൾ ഉപയോഗിച്ച സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. മെയിനായിട്ട് ഇപ്പം നമ്മൾ വിൻ്റർ തുടങ്ങിയിട്ടോ. ഇനിയിപ്പം മൊത്തം അധികം ജാക്കറ്റ്, വിൻ്റർ സെറ്റർ, ഇത് ബ്ലാങ്കറ്റ്സ്, ഇത് ബ്ലാങ്കറ്റ് വരെ യൂസേജ് നമ്മൾ വേറെ ആൾ ഉപയോഗിച്ച സാധനങ്ങൾ മാത്രം. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഇങ്ങനത്തെ ഈ പാത്രങ്ങളൊക്കെ അതൊക്കെ പുതിയതാട്ടോ. പക്ഷേ ഈ കാണിക്കുന്ന കപ്പും കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ നാട്ടിൽ അപേക്ഷിച്ച് എത്രയോ ചീപ്പ് റേറ്റാണ്. കാരണം അത്രയും വില കുറച്ച് അവർ പറയുന്നത്. 6 ഗ്ലാസിന് 100 രൂപയൊക്കെയാണ് പറയുന്നത്. ഈ ലഞ്ച് ബോക്സ്, ഈ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റാണ്. മലയാളികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ശരിക്കും ഡെഫിനറ്റ്ലി നമ്മൾ പോയിരിക്കേണ്ട ഒരു മാർക്കറ്റാണ്. കാരണം ഈ ഡ്രസ്സ് വാങ്ങിക്കാനല്ല, ഡ്രസ്സ് നമ്മളത് വാങ്ങിക്കത്തില്ല, കാരണം അത് മൊത്തം യൂസേജാണ്. പക്ഷെ അതിൽ ചില ഡ്രസ്സൊക്കെ ശരിക്കും പറയുവാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ പുതിയതുപോലെ ഇരിക്കും, പക്ഷെ അത് സെക്കൻഡ് ഹാൻഡ് ആണ്. ഈ കപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റാണ്. ഈ ചാപ്പി അവിടെ കിടന്ന് എന്തിനോ ബഹളം വെക്കുന്നുണ്ട്, എന്തെല്ലോ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയുള്ള കരച്ചിലാണ്. എന്തോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരിയോട് അത് എടുത്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവസാനം അത് എടുത്തു. എന്തോ ഒരു PP പോലത്തെ ഒരു സാധനമാണ്. അപ്പം അതിനവർ പറഞ്ഞിരിക്കുന്നത് 20 രൂപയാണ്. പക്ഷെ അതിൻ്റെ സൈഡിൽ എന്തോ സാധനം പൊട്ടിയതുകൊണ്ട് നമ്മളൊരു 10 രൂപയൊക്കെ തരുമെന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അത് തരാൻ പറ്റത്തില്ല, ആൾറെഡി 20 രൂപയാണല്ലോ. പിന്നെ ഈ കാണിക്കുന്ന കപ്പ് സെറ്റാണ് കേട്ടോ. 6 കപ്പിന് 100 രൂപ വരുന്നു. ഈ കാണിക്കുന്ന ഈ ഫോൺ കവർ വെറും 50 രൂപയേ വരുന്നുള്ളൂ. വെറും മീൻസ് ഏതെടുത്താലും 50 രൂപ. ഇതാ തുടങ്ങി, ഡ്രസ്സിൻ്റെ സെക്ഷൻ തുടങ്ങി. കാണുന്നത് മൊത്തം ഏതെടുത്താലും 20 രൂപ 30 രൂപ എന്ന് അവർ വിളിച്ച് പറയുന്നുണ്ട്. അത്രയും ചീപ്പ് റേറ്റാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അത് നല്ലത് നോക്കിയെടുക്കുകയാണെങ്കിൽ നല്ലത് കിട്ടും. പക്ഷെ അത് നമുക്ക് അറിയാം ഇത് സെക്കൻഡ് ഹാൻഡ് ആണ്. പക്ഷെ ചില ആൾക്കാർ ഉണ്ടാവും ഇത് മൊത്തം വാങ്ങുന്ന കുറേ ആൾക്കാർ വാങ്ങി കൂട്ടുന്നുണ്ട്. കാരണം നല്ലതും അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഈ കാണിക്കുന്ന ആ പാൻറ്റിന് ആകെ അവർ 50 രൂപയെ പറയുന്നുള്ളൂ. പക്ഷേ നമ്മൾ ബാർഗെയിൻ ചെയ്യണം കേട്ടോ. അവർ ഫസ്റ്റ് ഒരു റേറ്റ് പറഞ്ഞിട്ട് നമ്മളത് ലാസ്റ്റ് ഇല്ല, നമ്മൾ ബാർഗെയിൻ ചെയ്യുകയാണെങ്കിലേ ആ റേറ്റിന് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അവർ ആ നല്ല റേറ്റ് പറയും. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണിക്കുന്ന ഫാൻസി ഐറ്റംസ്, ഇന്നർ വെയർ, ഇത് മൊത്തം കിട്ടും. മെയിനായിട്ട് ഈ നാപ്കിൻ വരെ ഇവിടെ അവൈലബിളാണ്. പക്ഷേ ലോക്കൽ ക്വാളിറ്റിയാണ്, അത്രയും ലോക്കലായിട്ട് വരുന്ന സാധനങ്ങളാണ്. പക്ഷെ പാക്കിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, പക്ഷെ ലോക്കലാണ്. പുള്ളിക്കാരി ഞാൻ വീഡിയോ എടുക്കുന്നതായിട്ട് എന്നെ നോക്കി ചിരിക്കുക. പിന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷൂ ആണ് കേട്ടോ. കാണുമ്പോൾ പുതിയതുപോലെ ഉണ്ട്, പക്ഷെ പുതിയതാണെന്നാണ് എനിക്കും തോന്നുന്നത്. പക്ഷെ ഇതും സെക്കൻഡ് ഹാൻഡ് മേക്ക് ഓവർ ചെയ്തിട്ട് വരുവാണോന്ന് ചോദിച്ചാൽ അത് എനിക്കറിയില്ല. ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു ഇത് പുതിയതാണോ, ആണെന്നാണ് പറയുന്നത്. പക്ഷെ കാണുമ്പോഴും പുതിയതുപോലെ ഉണ്ട്. പക്ഷെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടുന്ന് വാങ്ങിക്കുന്നതുകൊണ്ട്. പക്ഷെ സംഭവം കണ്ടിരിക്കേണ്ട ഒരു മാർക്കറ്റാണ്, കാരണം അത്രയും സൂപ്പറാണ്. ഈ ബാത്റൂം ഈ സംഭവങ്ങളൊക്കെ അവർ 350 പറയുന്നത്. പക്ഷെ നമ്മൾ ലാസ്റ്റ് ചോദിച്ചു എത്രയൊക്കെ തരുമെന്ന് ചോദിച്ചപ്പം 200 തരാമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കത് വേണ്ടാത്തത് കൊണ്ട് നമ്മൾ ചുമ്മാ റേറ്റ് ചോദിച്ചതേ ഉള്ളൂ. അവസാനം ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ചായക്കപ്പിലെത്തി. ആവശ്യമില്ലായിട്ടല്ല, പക്ഷെ ചേട്ടൻ പറഞ്ഞതാണ് കാണുമ്പോൾ ഒരു രസമുണ്ടല്ലോ, നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പം യൂസ് ചെയ്യാമെന്ന് മേടിച്ചിട്ട് അവസാനം ഈ ഗ്ലാസ് വാങ്ങിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അവൻ 300 രൂപയാണ് പറഞ്ഞത്. ചേട്ടൻ അത് അവസാനം 200 ഒപ്പിച്ചു. ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അവൻ അത് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് റോഡിൽ അടിച്ച് അത് പൊട്ടിയിട്ടില്ല, അത്രയും സ്ട്രോങ്ങിൽ അവൻ അടിച്ചുകൊണ്ട് പോയി. പക്ഷെ അത് പൊട്ടുന്നില്ല. പക്ഷെ അവർ അടിക്കുന്ന പോലെ നമുക്ക് വീട്ടിൽ വന്ന് അടിച്ച് നോക്കാൻ പറ്റത്തില്ലല്ലോ, കാരണം അഥവാ പൊട്ടിപ്പോയാലും.
പക്ഷെ സംഭവം കൊള്ളാം, അടിപൊളിയാണ്. നമ്മൾ മുമ്പ് ചെക്കൻ്റെ അടുത്ത് ഒരു ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്, സാധനമുണ്ട്. അവസാനം 300 പറഞ്ഞ സാധനം നമ്മൾ 200 ഒതുക്കി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇതാണ് മാർക്കറ്റ്. അപ്പം മറക്കണ്ട, ഇൻട്രാ ചൗക്ക് ജമ്മുവിലുള്ള ആൾക്കാർ മലയാളികളായാലും മറ്റുള്ളവരായാലും കണ്ടിരിക്കേണ്ട ഒരു മാർക്കറ്റാണ്. നല്ല സൂപ്പറാണ്. സൺഡേ വരണം കേട്ടോ, സൺഡേ ആണ് ഈ മാർക്കറ്റ് ഉള്ളത്. അല്ലെങ്കിൽ നോർമലി ഉണ്ട്, ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സൺഡേ ആണ് ഈ സ്ട്രീറ്റിൽ ഈ വെക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത്. സംഭവം പൊളിയാണ്. നമുക്ക് പുതിയതും പഴയതുമായ കാണുകയും ചെയ്യാം, വാങ്ങുകയും ചെയ്യാം. അപ്പം ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. നെക്സ്റ്റ് ഇനി ജമ്മു സൂ പരിചയപ്പെടുത്താവേ കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.